പ്രിൻസിപ്പൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിന് ക്ലാസ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട് എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കാൻ നേരത്തെ ഇങ്ങനെ ഒരു ഒറ്റനില വീടില്ലേടാ, കുറേ ഏരിയ ഉള്ള ഏതാണ്ട് അവർ എ സി ഡിസൈൻ ചെയ്തു. പാരാമീറ്റേഴ്സൊക്കെ കറക്റ്റാണ്. അത് നോക്കി ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ അത് തണക്കണില്ല. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് അത് ചെക്ക് ചെയ്യാൻ കൊടുത്തു. പുള്ളിക്ക് അതിലൊരു എക്സ്പെർട്ടായി റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്, ഹീറ്റ് പവർ, ഹീറ്റ് ട്രാൻസ്ഫർ, ആ ഫീൽഡിൽ തെർമോഡൈനാമിക്സ്, ആ ഫീൽഡിൽ പുള്ളി ഒരു എക്സ്പെർട്ടായിരുന്നു ആ പ്രദേശത്ത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ പുള്ളി അവിടെ സൈറ്റിൽ പോയി. എന്നിട്ട് പുള്ളി പറഞ്ഞു മേളിൽ നനയ്ക്കാൻ പറഞ്ഞു. റൂഫ് നനച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റൂഫ് തണുത്തു. അപ്പോൾ പ്രശ്നം റേഡിയേഷനാണ്. അപ്പോൾ റേഡിയേഷൻ അവർ കൺസിഡർ ചെയ്ത് പോരാറുണ്ട്. അവർ പുള്ളി റേഡിയേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. കൺവെൻഷൻ നമ്മളൊരു എ സി റൂം ഡിസൈൻ ചെയ്യാൻ നേരത്ത് കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ല ഫിസിക്സിൽ, കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. അത് റേഡിയേഷൻ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എ സി ഡിസൈൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും. നമ്മൾ ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളൊരു റൂമിൽ ചിലപ്പോൾ ഈ സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ളതിൽ ചിലപ്പോൾ 1.5 ടണ്ണിൻ്റെയിൽ ചിലപ്പോൾ നിൽക്കില്ല, 2 ടൺ വയ്ക്കേണ്ടി വരും. അവിടെ റേഡിയേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ റേഡിയേഷൻ കൂടുതലാണെങ്കിൽ, നോർമൽ പാരാമീറ്റേഴ്സ് ആളുകൾ 1 ടൺ 1.5 ടൺ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റേഡിയേഷനും കൂടെ ഉള്ള ഏരിയകളിൽ തണുക്കില്ല റൂം. എനിക്ക് തോന്നുന്നു ഈ കാർ കമ്പനിക്കാർക്ക് ഈ സെയിം പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അവരെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ചൂട് അവർ നോക്കണില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഇന്ത്യയിലൊക്കെ മിക്കവാറൊക്കെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. കുറച്ച് ഹിമാചൽ പ്രദേശൊക്കെ പോലെ കുറച്ച് സ്ഥലങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. ഈ എ സി ഡിസൈൻ ചെയ്യുമ്പോൾ റേഡിയേഷൻ കൃത്യമായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ രാത്രി പോകുമ്പോഴേ കാണുന്നില്ല ഗട്ടറുകൾ ഫുള്ളായിട്ട്. ആ ലൈറ്റ്, സ്കൂട്ടറിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാലും ചിലതൊന്നും നമ്മുടെ ഇത് കണ്ണിൽ പെടില്ല. അത് ബ്രൈറ്റിലിട്ട് ഇട്ടിട്ടില്ല, ഡിമ്മിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാടുന്നതിന് മുമ്പ് അറിയും. ഡിമ്മിട്ടാൽ കുറച്ച് ഒരുപാട് ദൂരമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷേ അടുത്തുള്ളതൊക്കെ ക്ലിയറായിട്ട് കാണാം. ഗട്ടറിൽ വീഴാതിരിക്കാൻ എപ്പോഴും ഡിമ്മിലിട്ട് പോകുന്നതാണ് സേഫ്. ലൈറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാസ്റ്റ് ഏരിയ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങേറ്റം വരെ ക്ലിയറായിട്ട് കാണാം ലൈറ്റിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളതിൽ ചെറിയൊരു ഗട്ടറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണണമെന്നില്ല, അങ്ങനെ വിട്ടുപോകും. ഇന്നലെ നമ്മൾ കുറേ ബ്രൈറ്റ് ഇട്ട് ഓടിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്നപ്പോൾ രാത്രി ആയിരുന്നല്ലോ. അപ്പോൾ വണ്ടികളൊന്നും കാര്യമായിട്ട് നമ്മൾ പോയപ്പോഴും വണ്ടികളുണ്ടായിരുന്നു. ഈ റോഡിൽ പൊതുവെ വണ്ടി കുറവല്ലേ അല്ലേ? വണ്ടി കുറവാണെന്നോ അല്ലേ? നമ്മൾ പൊതുവെ നോക്കി കഴിഞ്ഞാൽ നട്ടുച്ചയല്ലേ? അല്ല, നട്ടുച്ചയാണ്. പിന്നെ നമ്മുടെ കോലഞ്ചേരി റോഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറവല്ലേ വണ്ടികൾ അല്ലേ? അല്ലേ, നമ്മുടെ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടികൾ കുറവല്ലേ?
ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇനി പുതിയ തോട്ടത്തിൽ നടാൻ കൊണ്ടുപോകണമായിരിക്കും. ഈ പൈനാപ്പിൾ എടുക്കണവർ അവരുടെ പഴയ തോട്ടത്തിൽ നിന്നേ ആണ് അതിൻ്റെ ഹാർവസ്റ്റ് എടുക്കുന്നത്. ഈ നടാനുള്ള സാധനങ്ങളൊക്കെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ഈ നടാനുള്ള സാധനങ്ങൾ അവിടെ നിന്ന് പഴയ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കും. എന്നിട്ട് അത് പുതിയ തോട്ടത്തിൽ കൊണ്ടുവന്നുണ്ട്. പൈനാപ്പിൾ പൊതുവെ ലാഭമുള്ള കൃഷിയാണെന്ന് പറയും. പക്ഷെ ചിലപ്പോൾ ഇത് സാധനത്തിന് വില കുറയുന്നതാണ് ബോംബെ മാർക്കറ്റിലൊക്കെ. ഇപ്പം SUV അല്ലേ മൊത്തം അല്ലേടാ? നമ്മുടെ സെഡാൻ വെള്ള വണ്ടികൾ കുറവാല്ലേ ഈ റൂട്ടിന് അതിലേ പറ്റൂ. അല്ല, ഈ റൂട്ടിലെല്ലാം പൊതുവെ വണ്ടികളെ കൂടുതൽ SUV സെഡാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബെൻസ്, BMW, ഓഡി അങ്ങനെയുള്ള വണ്ടികളൊക്കെ സെഡാനായിട്ടുള്ളൂ. ഇപ്പോൾ ആരും സെഡാൻ മേടിക്കണില്ല. സെഡാൻ സിറ്റിക്ക് പോലും ഒരു സെയിലില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ മേടിക്കണില്ല എന്നാണ്. സിറ്റി നിർത്തിയില്ല. സിറ്റി ഉണ്ട്, പക്ഷെ അതിന് സെയിലില്ല എന്ന് പറഞ്ഞില്ല. ആരും മേടിച്ചാലേ അതിൻ്റെ 4 ഇരട്ടി സെയിലുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ, മാഗ്നൈറ്റെല്ലാം പുതിയൊരെണ്ണം ഒരു SUV ഇറക്കിയില്ലേടാ. എന്താ കാരണം സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു SUV ഇറക്കി. സിറ്റിയുടെ തന്നെ പ്ലാറ്റ്ഫോം, പക്ഷേ SUV ആണ്. കോളേജ് പിള്ളേരാണല്ലോ, പുതിയ സ്കൂൾ പിള്ളേരാണ്. അറിയില്ല. യൂണിഫോം എനിക്ക് ഈ സമയത്തൊക്കെ വെയിൽ പോകാൻ ഒരു പണി തന്നെയാണ്. മറ്റേ ഈ ചൂടത്തെ 2 വീലറിൽ പോകാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു 11 to 3, 3:34 വരെ 11 to 4 വണ്ടി ഓടിക്കാതിരിക്കണം സേഫ് ഈ സമയത്ത്. 2 വീലേഴ്സ് ഷോർട്ട് ഡിസ്റ്റൻസ് കുഴപ്പമില്ല. ഇപ്പോൾ കോലഞ്ചേരിയിൽ നിന്ന് വീട്ടിൽ നിന്ന് കോലഞ്ചേരി വരെ അതിൻ്റെ ഷോർട്ട് ഡിസ്റ്റൻസ് പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് 11 to 4 ഓടിക്കാതിരിക്കണം ഈ സമയത്ത്. 11 മണി വരെ കുഴപ്പമില്ല രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. ഷോർട്ട് ഡിസ്റ്റൻസ് കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കോലഞ്ചേരി വരെ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചൂടായി വരുന്നതിന് മുമ്പ് നമ്മൾ കോലഞ്ചേരി എത്തി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഷോർട്ട് ഓടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ലോങ് ഇവിടുന്ന് ഇപ്പോൾ പെരുമ്പാവൂർ വരെയൊക്കെ ഈ ചൂടത്ത് പോകാമെന്ന് പറഞ്ഞാൽ പണിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് കങ്കരപ്പടി പോവുക,